എന്തായാലും ഇന്നെനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ മലയാറ്റൂർ മല കയറുമെന്ന്. ഇന്ന് അതിനൊരു മുഖാന്തരമുണ്ടായി. അതിന് നിമിത്തമായത് നമ്മുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരി ലൈബിയാണ്. പുള്ളിക്കാരത്തി ക്ഷണിച്ചിട്ട് ഞാനും പാർട്ടിയിലെ വേറെ 2 പേർ അവിടെ പോയി. ഞങ്ങളങ്ങനെ മല കയറാൻ തീരുമാനിച്ചു. 1-ാമത്തെ കുരിശ് മുതൽ 14-ാമത്തെ കുരിശ് വരെയാണ്. പക്ഷേ എല്ലാവരും പറഞ്ഞു കയറാൻ പറ്റത്തില്ല, തിരിച്ചിറങ്ങും, അങ്ങനെ കുറേ സംഭവങ്ങൾ കളിയാക്കി. പക്ഷേ നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈസിയായി കയറാൻ പറ്റുമെന്ന് എനിക്കിന്ന് ഇതിൽ കൂടെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഞാനത് സന്നിധാനത്ത് എത്തി. അതുപോലെ തന്നെ അവിടെ ആനച്ചവിട്ടി എന്ന് പറയണ ആനക്കുത്തി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. ഇന്ന് കണ്ണാടി ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. പഴയ കാലത്ത് 13 പേരെന്തോ വെള്ളവും ഇടിവെട്ടും ഇതിൽ മരിച്ചുപോയെന്ന് പറയപ്പെടുന്നുണ്ട് അവിടെ, കാറ്റും മഴയാൽ. പക്ഷേ ആ പള്ളി ഇന്നും അവിടെയുണ്ട്, ആനകുത്തി പള്ളി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു പൊന്നും കുരിശുണ്ടായിരുന്നു, അതും കണ്ടു. പിന്നെ എന്ന് പറയുന്നൊരു പ്രത്യേകത, കുഞ്ഞിനെ ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. അന്ന് നല്ല തെളിഞ്ഞ് കിടന്ന കിണർ വെള്ളമുണ്ട്, ഒരിക്കലും പറ്റാത്ത. പക്ഷേ ഇന്ന് അതിനകത്ത് വെറും പൈസയും കുപ്പിയും ബോട്ടിലുകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുവാണ്. മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നൊരവസ്ഥ അവിടെ കാണുവാൻ കഴിഞ്ഞു. അതെനിക്ക് സങ്കടം തോന്നി. കാരണം എല്ലാവരും അവിടെ ചെന്നിട്ട് കുടിക്കാമെന്ന്, വെള്ളം കോരി കുടിക്കാമെന്ന് കരുതി കയറുന്നവർക്ക് അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഞാൻ ഇവിടെ താഴെ സന്നിധാനത്തിൽ നിന്ന് താഴെ നിന്ന് പോയി തിരിച്ചു വരുന്നത് വരെ അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കത്തില്ല എന്ന് പറഞ്ഞ് കയറിയതുകൊണ്ട് ഞാൻ വാങ്ങി കഴിക്കാതെ തന്നെ ദൈവം സഹായിച്ച് പോയി ഇറങ്ങാൻ കഴിഞ്ഞു. പിന്നെ അത് കറങ്ങി വരുമ്പോൾ പത്രോസ്ലീഹ സെൻറ്റ് തോമസ് പുള്ളിക്കാരൻ ചവിട്ടിയ പാട് അത് കണ്ണാടിക്കോട്ടിൽ വെച്ചിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. അതും അവിടെ കാണാം. പിന്നെ കൗതുകകരമായി തോന്നിയത് ഒരു പ്രായമുള്ളൊരമ്മയെ മകൻ പിടിച്ചുകൊണ്ട് വരുന്നതും, കുഞ്ഞു കുട്ടികൾ ഈ ഓരോ വചനങ്ങൾ പറഞ്ഞും പാട്ട് പാടിയും അവർ സന്തോഷത്തോടു കൂടി മല ചവിട്ടുന്നത് കണ്ടപ്പോൾ ഒത്തിരി മനസ്സിന് അവരുടെ വിശ്വാസം കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ പലവിധമായ കാര്യങ്ങൾ അവിടെ എനിക്കിന്ന് കാണാൻ സാധിച്ചു. എന്തായിരുന്നാലും നമ്മൾ വിശ്വസിക്കുന്നതിന് മേൽ അത്ഭുതം നടക്കുമെന്നാണല്ലോ. നമ്മുടെ വിശ്വാസത്തിലാണ് ഓരോ മനുഷ്യരും. ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഈ മലയാറ്റൂർ പള്ളിയിൽ വരുന്നുണ്ട്. എന്തായിരുന്നാലും ആലുവയിൽ കിടന്ന് എനിക്ക് 1-2 വർഷമായിട്ട് ഇപ്പോഴാണ് മല ചവിട്ടാൻ കഴിഞ്ഞത്. അതിൽ ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. എന്തായാലും ഒരാപത്തും അനർത്ഥം ഇല്ലാതെ പോയി കയറി സന്തോഷത്തിൽ തിരിച്ചു വരാൻ സാധിച്ചു. കഴിയുന്നവർ പോകണം, അതൊരു അനുഭവം തന്നെയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയി അനുഗ്രഹം നേടുന്നത് നല്ലത് തന്നെയാണ്. എന്തായാലും